Now, Ukraine has lost its first French-supplied Mirage 2000 fighter jet during a mission with the pilot ejected. ഫ്രാൻസിന്റെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതിയായ മിറാജ് 2000 വിമാനങ്ങൾ അടുത്തിടെ ഉക്രൈൻ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൽകപ്പെട്ട ഒരു വിമാനത്തെ ഇപ്പോൾ ഉക്രൈൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യ അതിനെ വെടിവെച്ച് വീഴ്ത്തിയോ? റഷ്യയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇതിനു പുറകിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഇത് ടെക്നിക്കൽ മാൽഫങ്ഷൻ കാരണമാണ് സംഭവിച്ചതെന്ന് പറയുന്നു. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പൈലറ്റ് എറർ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ വിമാനങ്ങൾ നഷ്ടമായതിന്റെ യഥാർത്ഥ കാരണം ഉക്രൈൻ നൽകിയിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ, കൂടെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്, വളരെ പ്രധാനമായി തുർക്കിയിൽ വെച്ച് അടുത്ത സെറ്റ് ഓഫ് പീസ് ടോക്ക് ഇവിടെ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. മിറാജ് 2000 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൂടുതലായും ഉപയോഗിച്ചൊരു വിമാനം, അതുപോലെ ഇന്ത്യൻ വ്യോമസേനയിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു സ്ഥാനത്തുള്ള വിമാനം. ഈ മിറാജ് 2000 എന്നത് ഒരു മിനി ലെവൽ ബോംബറാണ്. ശത്രുക്കളുടെ സ്പേസിനെ പൂർണ്ണമായും ഡിസ്മാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ അത്യാധുനിക ആയുധങ്ങളൊന്നും ഇല്ല, എന്നാൽ ബോംബുകൾ ഒരുപാടുണ്ട്. മിസൈൽസ് കുറവാണ്, എന്നാൽ ബോംബുകൾ ധാരാളം കൈവശമുണ്ടെങ്കിൽ അത് ഡെലിവറി ചെയ്യാൻ ഇതിനേക്കാൾ ക്യാപ്പബിളായ ഒരു 4th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് മറ്റൊന്നും തന്നെ ഇന്നത്തെ മോഡേൺ വാർഫെയറിലില്ല. Su-34ന്റെ കൂടുതൽ പേലോഡ് കപ്പാസിറ്റി ഈ ഒരു വിമാനത്തിനുണ്ട്. ഒരു കമ്പാരിസന് വേണ്ടി മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും ആക്റ്റീവായി ഉപയോഗിക്കുന്നുണ്ട്. ഫ്രാൻസും ചില വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ ആവശ്യങ്ങൾക്ക് F-16 എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ റഷ്യയുടെ ഫ്രണ്ട് ലൈൻ ഡിപ്ലോയ്മെന്റിനെ നശിപ്പിക്കുന്നതിനും റഷ്യയുടെ ലോജിസ്റ്റിക് സപ്പോർട്ട് നശിപ്പിക്കുന്നതിനും ഉക്രൈൻ F-16 മാത്രം തികയില്ല. കാരണം F-16 എന്നത് ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ്. അതിനെ ഇന്റർസെപ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും, എയർ ടു ഗ്രൗണ്ട് മിഷൻസിന് വേണ്ടിയും ഉപയോഗിക്കാൻ സാധിക്കും, ചില എയർ ടു എയർ മിഷൻസിന് വേണ്ടിയും ഉപയോഗിക്കാം, ഡ്രോണിനെ വേട്ടയാടാനൊക്കെ ഇതിനെ യൂസ് ചെയ്യാം. എന്നാൽ മിറാജ് എന്നത് ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതായത് നിങ്ങൾ ഒരു 100% മിസൈൽ പ്രൊഫൈൽ എടുത്താൽ അതിൽ 80% ഈ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഇന്റർസെപ്റ്റർ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൽ ഈ വാർഫെയറിൽ ഡ്രോൺസിനെ വേട്ടയാടാൻ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഏരിയൽ വാർഫെയറിൽ ഇതിന് ലിമിറ്റേഷൻസ് അധികമാണ്. എന്നാൽ ബോംബറായി നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരം മിറാജ് വിമാനങ്ങൾ ഏകദേശം 20ഓളം F-4 വേരിയന്റിൽ ഞങ്ങൾ ഉക്രൈൻ നൽകാൻ തയ്യാറാണ്. ഞങ്ങളുടെ പക്കലുള്ള ഈ പഴയ വിമാനങ്ങളിൽ പുതിയ സെൻസർ നെറ്റ്വർക്ക്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഉക്രൈൻ നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഫ്രാൻസിന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേക്ക് നോക്കിയാൽ പ്രാക്ടിക്കലി ഒരു 5 മുതൽ 6 വിമാനങ്ങളോളം, അതായത് ആദ്യത്തെ സെറ്റ് ഓഫ് വിമാനങ്ങൾ ഉക്രൈനിലേക്ക് ചില മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. എന്നാൽ വന്ന അന്ന് മുതൽ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മിഷന് വേണ്ടി റഷ്യയുടെ ഫ്രണ്ട് ലൈനിലുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിന് ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെയും ഉത്തരം ഇല്ല. അതും ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിന് മുൻപ് വരെയും. ഇപ്പൊ ഈ F-16ന്റെ അറൈവലിന് ശേഷം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ ഒരു കാര്യം കൂടെ ചേർക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 4 F-16 വിമാനങ്ങൾ ഉക്രൈൻ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഉക്രൈൻ F-16 നഷ്ടപ്പെടുത്തുന്നത് ഒരു വശത്ത് അവർക്ക് ഒരു ഹെവിയസ്റ്റ് പ്രഷർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിറാജ് ഉപയോഗിക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് ഉക്രൈൻ തള്ളപ്പെട്ടിട്ടുണ്ട്. കാരണം മിറാജ് എന്നത് ഏരിയൽ വാർഫെയറിൽ അത്ര വലിയ രീതിയിൽ അതിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ F-16ന്റെ ലോസ് ആണ് ഉക്രൈനെ മിറാജ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മിഷൻ നടത്തുമ്പോൾ, ഒരു ട്രെയിനിങ് മിഷൻ എന്നാണ് പറഞ്ഞത്, അത് എത്രത്തോളം സത്യമെന്ന് അറിയില്ല. കാരണം അവസാനത്തെ ഒരു 4 ദിവസത്തെ ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ റഷ്യയുടെ ഹെവിയസ്റ്റ് ആൻഡ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇവിടെ ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയുടെ ഡ്രോൺ അറ്റാക്കിനെ തടയാൻ ശ്രമിക്കുമ്പോൾ ഈ വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യം ഉക്രൈൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ, ഈ ട്രെയിനിങ് മിഷൻ നടത്തുമ്പോൾ ഈ വിമാനത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റ് ആ വിമാനത്തിലുള്ള എൻജിൻ ഫെയിലിയർ ആകുന്നത് ശ്രദ്ധിച്ചു. അതിന്റെ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിൽ ചില മാൽ ഫംഗ്ഷൻസ് സംഭവിക്കുന്നു. അങ്ങനെ ആ വിമാനത്തിന്റെ ത്രസ്റ്റ് പകുതിയിലധികവും കുറഞ്ഞു. പൈലറ്റിന് ആ വിമാനത്തിന്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് അതിനെ കൊണ്ടുപോയി. പിന്നീടായിരുന്നു തകർന്നത്. എന്നാൽ അത് തകരുന്നതിന് ചില സെക്കൻഡുകൾക്ക് മുൻപ് തന്നെ പൈലറ്റ് അതിൽ നിന്നും ഇജക്റ്റ് ആയിട്ടുണ്ട്. അദ്ദേഹം സേഫ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് യാതൊരു കാഷ്വാലിറ്റീസും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കാരണം, കഴിവ് കാരണം, അനുഭവ സമ്പന്നത കാരണം അവിടെ ഒരു വലിയ ആപത്ത് തടഞ്ഞു എന്നും പറഞ്ഞു. ഫ്രാൻസും ഇത് കൺഫേം ചെയ്തു, ഒരു മിറാജ് ഉക്രൈൻ നഷ്ടപ്പെടുത്തിയെന്ന്. ഇങ്ങനെ ചില മാൽഫങ്ഷൻ കാരണമാണെന്നും പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മിറാജ് എന്നത് പഴയ വിമാനമാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ വിമാനത്തെ
വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും ഈ ടൈം ലൈനാണ് ചില സംശയങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. ഉക്രൈൻ ഇതിന്റെ ലൊക്കേഷനോ, എവിടെയാണ്, എപ്പോൾ സംഭവിച്ചു, ഇങ്ങനെയുള്ള യാതൊരു ഡീറ്റെയിൽസും നൽകാത്തതും ഇപ്പോൾ സംശയത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ മിറാജ് താഴെ വീണു. ഇതിനുശേഷം ഉക്രൈന് ഇത് കാരണം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, ഒരു വിമാനത്തെ നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ് അവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാൽ ലിമിറ്റഡ് നമ്പർ മാത്രമേ, ഏകദേശം ഒരു 5 വിമാനങ്ങൾ മാത്രമേ അവരുടെ പക്കലുള്ളൂ. അതിൽ ഒരു വിമാനത്തെ നഷ്ടപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്കൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നതിനപ്പുറം സൈക്കോളജിക്കലായി നിങ്ങളുടെ എയർഫോഴ്സ് യൂണിറ്റിലുള്ള മറ്റ് മെമ്പേഴ്സിന്റെ മോറൽ സ്ട്രെങ്തിനെ അത് തകർക്കും. കാരണം അതിന്റെ PR ഒക്കെ അത്രത്തോളം അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ F-16 വരികയാണെങ്കിൽ അത് റഷ്യയുടെ യുദ്ധത്തെ തന്നെ തലകീഴാക്കി മാറ്റും. മിറാജ് വരികയാണെങ്കിൽ സൈനികർക്ക് വലിയൊരു മോറൽ ബൂസ്റ്റ് നൽകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് അതിന്റെ ഒരു വിമാനം തന്നെ നഷ്ടമായാൽ അത് അവരുടെ മോറൽ സ്ട്രെങ്തിനെ തകർക്കും. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ്. വീണ്ടും ഉക്രൈൻ എങ്ങനെയെല്ലാം ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കുമെന്ന് അറിയില്ല. കൂടാതെ ഇതിന് പുറകിൽ ഉക്രൈന്റെ ട്രെയിനിങ്ങിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവർ പൂർണ്ണമായും സോവിയറ്റ് ടാക്ടിക്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. സോവിയറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് പരിശീലിച്ചിട്ട് വെറും 3-4 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വെസ്റ്റേൺ വിമാനങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഒരു ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായ ട്രെയിനിങ് ഉക്രൈൻ സൈനികർക്ക് അവിടെ ആവശ്യമാണ്. ഇങ്ങനൊരു ടൈം ലൈൻ അവർക്ക് കുറവായതുകൊണ്ട് സൈനികരെ ഇങ്ങനെ ഉള്ളിലേക്ക് റഷ് ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അടുത്ത് ഈ പീസ് ടോക്ക്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായി മാറിയിട്ടുണ്ട്. കാരണം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഉക്രൈന്റെ കാര്യത്തിൽ റഷ്യ തങ്ങളുടെ ഗോളിനെ നോക്കി വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ചിന്തിച്ചാണോ ഞങ്ങൾ ഉക്രൈനുള്ളിലേക്ക് ചെന്നത്, ആ ഒരു മിഷൻ ഗോളിൽ വളരെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സെലൻസ്കി തന്റെ ഭരണത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വരെ, ഉക്രൈനെ റീനാസിഫിക്കേഷൻ ചെയ്യുന്നത് വരെയും ഞങ്ങളുടെ യുദ്ധം അവസാനിക്കുകയില്ല. തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കും. റഷ്യയുടെ അത്രയും സ്ട്രാറ്റജിക്കൽ ഗോൾ ഉക്രൈൻ കാര്യത്തിൽ നിലനിർത്തപ്പെടും. ഉക്രൈൻ എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞതിന് പാരലായി മറ്റൊരു കാര്യം തുർക്കിയിലും സംഭവിക്കാൻ പോവുകയാണ്. ഉക്രൈന്റെ ചില അധികാരികൾ, മുൻ ഡിഫൻസ് മിനിസ്റ്റർ, കൂടാതെ റഷ്യയുടെ ഭാഗത്ത് നിന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇസ്താൻബുളിൽ വെച്ച് ഇങ്ങനെ ഒരു സമാധാന ചർച്ച നടത്താൻ പോകുന്നുവെന്നും പറഞ്ഞു. ഇതിന്റെ ഫലം എന്താണെന്ന് അറിയില്ല. കാരണം ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടന്ന് അവസാനിക്കുന്നത് വരെയും ഇവിടെ ഒരു സമാധാന ചർച്ച നടക്കില്ല. എന്നാണോ സെലൻസ്കിയും പുടിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് എന്നാണോ അവർ ചിന്തിക്കുന്നത്, അന്ന് വരെയും യുദ്ധം നീണ്ടുകൊണ്ടുപോകും. ഇന്ന് വീണ്ടും ഒരു പ്രഖ്യാപനം അമേരിക്കയിൽ നിന്നും വന്നിരുന്നു. ഇനീഷ്യൽ സെറ്റ് ഓഫ് ആർട്ടിലറി റൗണ്ട്സ് 2000 റൗണ്ട്സോളം ഞങ്ങൾ ഉക്രൈന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിലറി സ്ട്രൈക്ക് വന്നതോടെ ഉക്രൈന്റെ ഫയർ പവർ തീർച്ചയായും ഇൻക്രീസ് ആകും. പ്രധാനമായും കാർഖീവ് പ്രദേശത്ത് യുദ്ധം വളരെ അധികമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 4ാം പ്രവിശ്യ വിട്ട് 5ാം പ്രവിശ്യയിലേക്കും റഷ്യ കൈവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രദേശത്തെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും റഷ്യൻ പൊസിഷൻസിനെ നശിപ്പിക്കുന്നതിനും ഈ ആയുധങ്ങൾ തീർച്ചയായും ഉക്രൈനെ സഹായിക്കുമെന്നും ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഇല്ലില്ല, അതൊന്നും അവസാനിക്കില്ല. ഞങ്ങൾ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുമെന്ന രീതിയിൽ എല്ലാം ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ട്. 2022 എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഒരു യുദ്ധം അങ്ങനെ ഉച്ചഘട്ടത്തിൽ നടക്കുകയാണ്. പെട്ടെന്നൊരു സമാധാന ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണോ 2 രാജ്യത്തെ നേതാക്കന്മാരും പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കേണ്ട തീരുമാനങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്നാണോ എടുക്കുന്നത്, അന്ന് മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള പലഘട്ട ചർച്ചകൾ, പലഘട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാനും സാധിക്കില്ല. US-ന്റെ സപ്പോർട്ട് വീണ്ടും ഉക്രൈനിലേക്ക് വരാൻ തുടങ്ങിയത് ഉക്രൈൻ ഒരു വലിയ മോറൽ ബൂസ്റ്റ് ആണ്. എന്നാൽ അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർ വാങ്ങുന്ന ഈ ഒരു വിമാനത്തെ നഷ്ടപ്പെടുത്തുന്നതും ഉക്രൈൻ നല്ലതല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.